Hello my dear students, welcome to the second part of the chapter, The Solid State. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന പുതിയ കൂട്ടുകാരോടായി ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം സോളിഡ് സ്റ്റേറ്റിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷനും ക്ലാസിഫിക്കേഷനും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം, അഭിപ്രായം രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പം നമ്മൾക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോയാലോ? നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്പേസ് ലാറ്റിസ് അഥവാ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ ആദ്യം പറഞ്ഞു തരാം. എ റെഗുലർ 3-dimensional arrangement of constituent particles in a crystal is called crystal lattice. എന്ന് വെച്ചാൽ എന്താ? ത്രിമാനതലത്തിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിന് ഒരു ക്രമമായ ക്രമീകരണമുണ്ടെങ്കിൽ നമ്മൾക്കതിനെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കാം. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഇൻ 3-dimensional space, that is a crystal lattice. ഇത് നോക്കൂ, ഈ കാണിച്ചിട്ടുള്ളത് ഒരു ക്രിസ്റ്റൽ ലാറ്റീസ് ആണ്. ഇവിടെ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. ആൻഡ് ഫോർ ദി കൺവീനിയൻസ് ഹിയർ ഐ ആം ടേക്കിംഗ് ദി കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾ ആസ് ആറ്റം. സോ ദീസ് ആർ ദി ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദിസ് ക്രിസ്റ്റൽ ലാറ്റീസ്. ആൻഡ് ലുക്ക്, each point in the crystal lattice is known as lattice point or lattice site. Each lattice point represent a constituent particle. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്താൽ അതിൽ ഒരുപാട് ലാറ്റിസ് സൈറ്റുകൾ ഉണ്ടാവും. ഓരോ ലാറ്റിസ് സൈറ്റുകളും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാ? കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിളിനെ. ലാറ്റിസ് പോയിന്റ്സ് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആ ഒരു ലാറ്റിസിൻ്റെ ജോമെട്രി. നെക്സ്റ്റ് ഈസ് യൂണിറ്റ് സെൽ. വാട്ട് ഈസ് എ യൂണിറ്റ് സെൽ? ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് എ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് വെച്ച് ഏറ്റവും ചെറിയ സെല്ലാണ്. ഈ കാണിച്ചിട്ടുള്ളതാണ് ഒരു യൂണിറ്റ് സെല്ല്. യൂണിറ്റ് സെല്ലുകൾ ചേർന്നിട്ടാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്നത്. ആൻഡ് ഈച്ച് യൂണിറ്റ് സെൽ ദേ ആർ ഡിഫറൻഷിയേറ്റഡ് ബൈ ദെയർ ആക്സിയൽ ഡിസ്റ്റൻസസ് ആൻഡ് ആക്സിയൽ ആംഗിൾസ്. ആക്സിയൽ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് ഈ ലാറ്റിസ് പോയിന്റുകൾ തമ്മിലുള്ള അകലമാണ്. ഒരു ക്യൂബിക് ഷേപ്പോട് കൂടിയിട്ടുള്ള ജോമെട്രിയാണ് ഈ യൂണിറ്റ് സെല്ലിനുള്ളത്. എല്ലാ യൂണിറ്റ് സെല്ലുകൾക്കും ക്യൂബിക് ജോമെട്രി ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. ആക്സിയൽ ആംഗിൾസിൻ്റെ പാരാമീറ്റേഴ്സ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ദാറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് എഡ്ജസ്. ഈ എഡ്ജസ് തമ്മിലുള്ള ആംഗിളാണ് ആക്സിയൽ ആംഗിൾസ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ സ്പേസ് ലാറ്റീസും യൂണിറ്റ് സെല്ലും പറയാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ഒരു റൂബിക്സ് ക്യൂബ് ഒരു സ്പേസ് ലാറ്റീസ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ സ്പേസ് ലാറ്റീസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒട്ടനവധി യൂണിറ്റ് സെല്ലുകൾ ചേർന്നിട്ടാണ്. ഇവിടെ ഈ കാണുന്ന ഓരോ ചെറിയ ചെറിയ ക്യൂബുകളും യൂണിറ്റ് സെല്ലുകളാണ്. ഇത്തരം യൂണിറ്റ് സെല്ലുകൾ പല പല ഡയറക്ഷനിലേക്ക് വെച്ചപ്പോഴാണ് മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടിയത്. അപ്പോൾ ഇത് സ്പേസ് ലാറ്റീസും ഈ ഒരു ചെറിയ ഭാഗം യൂണിറ്റ് സെല്ലുമാണ്. ക്ലിയർ ആയോ? അപ്പം നമ്മൾക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ല് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ ആവർത്തിച്ച് വരുന്ന ഏറ്റവും ചെറിയ സെല്ലിനെയാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാ? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. Non-primitive unit cell is otherwise called centered unit cell. എന്താണ് primitive unit cell? In this unit cell, particles are present only at the corners. ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിനെ
ആ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണറുകളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നു അതിനെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. And one of the example for this primitive unit cell is simple cubic unit cell. നിങ്ങൾക്ക് എളുപ്പം തിരിച്ചറിയാൻ വേണ്ടി ഞാനിവിടെ ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് കാണിച്ചു തരുന്നു. In this unit cell, constituent particles are seen at the corners. So, in a primitive unit cell, there are 8 corner atoms. Next, we can go to the non-primitive unit cell. So, what is non-primitive unit cell or centered unit cell? In this unit cell, particles are present at the corners as well as at other positions. എന്നാൽ നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ അല്ലെങ്കിൽ സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസിനെ നമ്മൾക്ക് കോർണറുകളിലും കാണാം, കൂടാതെ മറ്റ് സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. ഒരു ക്യൂബിൻ്റെ മറ്റ് പൊസിഷനുകളിലും കാണാനായിട്ട് സാധിക്കും. അതിന് എക്സാമ്പിളാണ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ and end centered unit cell. Now, different types of centered unit cell. അപ്പോൾ യൂണിറ്റ് സെല്ല് തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഏതൊക്കെയായിരുന്നു? ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആൻഡ് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ല് കണ്ടാൽ അതൊരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആണ് എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? In this unit cell, constituent particles are seen at the corners as well as at the face centers. ഇതൊരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇതിൽ പാർട്ടിക്കിൾസിന് എവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? ഇറ്റ് ക്യാൻ ബി സീൻ അറ്റ് ദി കോർണേഴ്സ്. ഒരു ക്യൂബിന് എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണേഴ്സ്. ഈ 8 കോർണറുകളിലും കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിളിനെ നമുക്ക് കാണാം. കൂടാതെ പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ അറ്റ് ദി ഫേസ് സെൻറ്റേഴ്സ്. സോ ഹൗ മെനി ഫേസസ് ആർ ദർ ഫോർ എ ക്യൂബ്? 6 ഫേസസ്. ഇൻ FCC ക്യൂബിക് യൂണിറ്റ് സെൽ, constituent particles can be seen at the 8 corners and also at the 6 face centers. This is a FCC cubic unit cell. ഇതൊരു 3-dimensionally അറേഞ്ച് ചെയ്തിട്ടുള്ള യൂണിറ്റ് സെല്ലാണ്. നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? ദി പാർട്ടിക്കിൾസ് വിച്ച് ആർ പ്രസൻറ്റ് അറ്റ് ദി കോർണേഴ്സ്. ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് ദ പാർട്ടിക്കിൾസ് അറ്റ് ദി ഫേസ് സെൻറ്റേഴ്സ്. നെക്സ്റ്റ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിന് എന്താണ് പ്രത്യേകത? പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദി കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദി ബോഡി സെൻറ്റർ. ഇതൊരു BCC യൂണിറ്റ് സെല്ലാണ്. ഹിയർ പാർട്ടിക്കിൾസ് ആർ സീൻ അറ്റ് ദി 8 കോർണേഴ്സ്. ആ ഗ്രീൻ കളറിലുള്ളതെല്ലാം കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആണ് വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി കോർണേഴ്സ്. ഇനി നടുവിൽ കണ്ടോ ഒരു യെല്ലോ കളറിലുള്ളത്? ഇതാണ് ദ ആറ്റം വിച്ച് ഈസ് പ്രസൻറ്റ് വിതിൻ ദ ബോഡി. ദാറ്റ് മീൻസ് ആറ്റം വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദി ബോഡി സെൻറ്റർ. സോ ഫൈനലി എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. So what is end-centered unit cell? In this unit cell, particles are present at the corners as well as at the centers of any 2 opposite faces. ഇത് നോക്കുക. ഇത് ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. end-centered യൂണിറ്റ് സെല്ലാണ്. There are 8 corner atoms. 8 corner atoms ഉണ്ട്. And the particles can be seen at the opposite end face centers. ഇതൊരു ഫേസ് ആണ്. അതിൻ്റെ സെൻറ്ററിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതാ കണ്ടോ ഓപ്പോസിറ്റ് പൊസിഷൻ, ഒന്നിവിടെ ഒന്നിവിടെ, ഹിയർ. ഇനി ഞാനിവിടെ ഈ കാണിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ കാണിച്ചിരിക്കുകയാണ്. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. നമ്മൾക്ക് എന്താണ് FCC യൂണിറ്റ് സെല്ല് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലുകൾ ചോദിക്കാറുണ്ട്. കൂടാതെ ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും ചോദിക്കാറുണ്ട്.
അപ്പോൾ നമ്മൾക്ക് സിമ്പിൾ ക്യൂബിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു ക്യൂബ് വരയ്ക്കണം. കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിനെ ഇതുപോലെ കോർണേഴ്സിൽ നമ്മൾ കാണിച്ചിരിക്കണം. സിമ്പിൾ ക്യൂബിൽ പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ ഓൺലി അറ്റ് ദി കോർണേഴ്സ്. In face-centered cubic unit cell, particles can be seen at the corners and also at the 6 face centers. And in body-centered cubic unit cell, particles are seen at the 8 corners and a particle is present in the body center. So this is the particle at the body center. And in end-centered, particles are present at the 8 corners and also at the 2 opposite face centers. ക്ലിയർ ആയില്ലേ? വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ. ഇഫക്റ്റീവ്ലി ഹൗ മെനി കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് യൂണിറ്റ് സെൽ, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. ലെറ്റ് us start with a simple cubic unit cell. Okay, this one. In this simple cubic unit cell, there are 8 corner atoms. That means the constituent particles are seen at the 8 corners. ഇത് ഒരു യൂണിറ്റ് സെല്ല് മാത്രമാണ്. ഇതുപോലുള്ള ഒട്ടനവധി യൂണിറ്റ് സെല്ല് ചേർന്നിട്ടാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ആറ്റംസ് ആർ പ്രസന്റ് ഓൺലി അറ്റ് ദി 8 കോർണേഴ്സ്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ്. The contribution of each corner atom to a unit cell is 1/8. എന്ന് വെച്ചാൽ ഇവിടെയാണ് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇതൊരു യൂണിറ്റ് സെല്ലാണ്, ഇതൊരു കോർണർ ആറ്റംസ് ആണ്. സ്പേസ് ലാറ്റിസിൽ ഇതേപോലെയുള്ള യൂണിറ്റ് സെല്ലുകൾ ഇതിന്റെ തൊട്ടടുത്ത ഭാഗങ്ങളിൽ മുകൾ ഭാഗത്തും ഒക്കെ വരും. അങ്ങനെ വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിന് ഷെയറിങ് നടക്കും. അതായത് യൂണിറ്റ് സെല്ലുകൾ തമ്മിൽ പരസ്പരം കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിള് മൊത്തമായിട്ട് നമ്മളെ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടില്ല. Only 1/8 of the portion will get from this constituent particle to this unit cell. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഒരു യൂണിറ്റ് സെല്ലിലെ ഒരു കോർണർ ആറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൺലി 1/8. ഇതുപോലെ എത്ര കോർണർ ആറ്റംസ് ഉണ്ട് ഒരു സിമ്പിൾ ക്യൂബിൽ? There are 8 corner atoms. So the total number of atoms in a simple cubic unit cell is 1/8 into 8 is equal to 1. കാഴ്ചയിൽ 8 കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഈ യൂണിറ്റ് സെല്ലിൽ ഉണ്ടെങ്കിലും ഫലത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിളേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. Next we can calculate the number of particles in face-centered cubic unit cell. That means in a FCC cubic unit cell, how many particles are present effectively? We know that in FCC lattice, there are 8 corner atoms and 6 atoms present at the face centers. And the contribution of each atom present at the corner is 1/8. നമ്മൾ നേരത്തെ സിമ്പിൾ ക്യൂബിൽ കണ്ട അതേപോലെ തന്നെ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. And the total number of corner atom is 1/8 into 8 is equal to 1. An atom on the face center is shared between 2 unit cells. Hence, the contribution of each atom at the face centers is equal to 1/2. എന്ന് വെച്ചാൽ എന്താ? ഇതൊരു FCC ലാറ്റിസ് ആണെന്ന് കരുതുക. ഇവിടെ ഫേസ് സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ട്. ഈ ആറ്റം വേറെ ഒരു യൂണിറ്റ് സെല്ലിലെ ഫേസ് സെൻറ്ററായിട്ട് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ഒരു ആറ്റം ഇറ്റ് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ദീസ് 2 യൂണിറ്റ് സെൽ. സിമിലർലി ഈ ഒരു ആറ്റവും ഷെയർ ചെയ്തിട്ടുണ്ട് 2 യൂണിറ്റ് സെല്ലിനാൽ. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ
ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് സെൻറ്ററിലിരിക്കുന്ന കോർണർ ആറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/2 ഭാഗമാണ്. മുഴുവൻ ഭാഗവും ഇതിന് കിട്ടുന്നില്ല, ഷെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ദ കോൺട്രിബ്യൂഷൻ ഓഫ് each atom at the face center is only 1/2. And how many face centers are there in a cube? There are 6 face centers. So total number of atoms in the face center is equal to 1/2 into 6, that is equal to 3. ഒരു FCC ലാറ്റിസിൽ എത്ര ആറ്റംസ് ഉണ്ട്? അപ്പോൾ നമ്മൾക്ക് ഇത് രണ്ടും കൂടി കൂട്ടി നോക്കണം. അതായത് ഈ 1/8 into 8 is equal to 1 എന്ന് കിട്ടിയതും 1/2 into 6 is equal to 3 എന്ന് കിട്ടിയതും തമ്മിൽ ആഡ് ചെയ്യുക. Then we will get the final answer as 4. So next is the number of particles in a body centered cubic unit cell. BCC latticeൽ particles are present at the corners and also at the body center. അപ്പോൾ ബോഡി സെൻറ്ററിൽ ഇരിക്കുന്ന ഈ ഒരു ആറ്റം ഇത് മറ്റ് യൂണിറ്റ് സെല്ലായിട്ട് ഒരിക്കലും ഷെയർ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിള് ഈ ഒരു യൂണിറ്റ് സെല്ലിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാൽ കോർണർ ആറ്റംസിന് അങ്ങനെയല്ല. ഇവിടെ മറ്റു യൂണിറ്റ് സെല്ലുകൾ ഇവിടെ അടുത്തടുത്ത് വരുമ്പോൾ ഷെയറിങ് സംഭവിക്കുകയും 8/1 ഭാഗം മാത്രമേ ഒരു കോർണർ ആറ്റത്തിന് കിട്ടുന്നുള്ളൂ. അങ്ങനെ 8 കോർണർ ആറ്റംസ് ഉണ്ട് ഒരു ക്യൂബിൽ. ടോട്ടൽ അവിടെ കോർണർ ആറ്റത്തിൻ്റെ ബേസിസിൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടുന്നത് 1 ആണ്. എങ്ങനെ? നമ്പർ ഓഫ് കോർണർ ആറ്റം ഇസ് ഈക്വൽ ടു 1/8 into 8 is equal to 1. And the contribution by atom present within the body is equal to 1. So total the number of atoms present in one BCC unit cell is equal to ഈ 1/8 into 8 is equal to 1 എന്നുള്ളതും ഈ 1 എന്നുള്ളതും ആഡ് ചെയ്യാം. Then we will get 2. So in BCC unit cell there are 2 constituent particles. ഇപ്പോൾ ഓരോ യൂണിറ്റ് സെല്ലിലും എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കൊരു ടേബിളിൽ നോക്കാം. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം കിട്ടണം. അതിനാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് പെട്ടെന്ന് തന്നെ ഈ Z വാല്യൂ കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് കാണിച്ച് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതൊരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. 8 കോർണർ ആറ്റംസ് ഉണ്ട്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഉണ്ടെങ്കിലും there is only one constituent particle in this unit cell. This is a body centered cubic unit cell. And in this unit cell there are 8 corner atoms. ഈ പച്ച നിറത്തിൽ കാണുന്നതൊക്കെ corner atoms ആണ്. And an atom is present within the body, which is present at the body center. And this particle is not shared with any other unit cell. ഇത് ഈ ഒരു യൂണിറ്റ് സെല്ലിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 9 കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസിനെ കാണാം. പക്ഷേ ഫലത്തിൽ 2 ഉള്ളൂ. ഇതൊരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ഇതിൽ ഈ മഞ്ഞ നിറത്തിൽ കാണിച്ചിട്ടുള്ളതൊക്കെ കോർണർ ആറ്റംസ് ആണ്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതെല്ലാം ഫേസ് സെൻറ്ററിൽ ഇരിക്കുന്ന ആറ്റംസ് ആണ്. CC യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ കാഴ്ചയിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 4, 8, 12, 12 2 14. എന്നാൽ ഫലത്തിലോ 4 ഉള്ളൂ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫോർ FCC lattice the value of Z is 4. So once again thank you for watching.